എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ. ഇതുപോലത്തെ മാസ ഡയലോഗൊക്കെ ഇട്ട് ഒരു ലോങ് വീഡിയോ അങ്ങോട്ട് എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ തുടങ്ങി വെച്ചത് കേട്ടോ. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ്, അതായത് ഞായറാഴ്ച രാവിലത്തെ കാര്യമാണ് കേട്ടോ ഞാനീ പറയണത്. പള്ളിയിൽ പോകണം, പിന്നെ ചേട്ടനാണെങ്കിൽ ഇന്ന് 5:30 മണിക്ക് ഓട്ടോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ 5:30ക്ക് അവിടെ വണ്ടിയുടെ അവിടെ ഇറക്കി കഴിഞ്ഞാൽ എനിക്ക് നേരെ വണ്ടിയായിട്ട് പള്ളിയിലും പോകാമല്ലോ. അതായത് 2 വീലറായിട്ട് നസ്രത്തുള്ളിലാണ് കേട്ടോ ഞാൻ പോണത്. ഇടവക മാറിയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. താക്കോൽ വയ്ക്കോട്ടെ. വീട്ടിൽ വന്നൊരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ടേ നമ്മളെ കറി പിടിക്കാൻ പോകട്ടാ. എന്താ വെളിയിൽ പോയി നോക്കാണ്ട് എന്തായില്ലേ പറയാം. ഈ ഒരു വീഡിയോ ആണെങ്കിലേ കണ്ടമുണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ വന്ന് പള്ളിയിൽ പോയി കുർബാന കൂടി ഒരു 6:30 ആയപ്പോൾ വീട്ടിൽ വന്നു കേട്ടോ. എന്നിട്ട് വേഗം തന്നെ ഒരു പാൽ ചായ ഇട്ട് കുടിച്ചിട്ട് നേരെ മുണ്ടൻവെലി പോയി. അവിടെ അപ്പോഴേക്കും മീൻ കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടനുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ ചാലിപ്പുറത്തേ പോവുള്ളായിരുന്നു. ചേട്ടനില്ലാതെ കൊണ്ടിട്ട് ഞാൻ ഒറ്റക്കല്ലേ, അപ്പം പിന്നെ മീൻ മേടിക്കാൻ മുണ്ടൻവെലി പോകാമെന്ന് കരുതി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കണമ്പുണ്ടായി, നല്ല പച്ച കണമ്പ്, അതും നല്ല മുട്ടയുള്ള കണമ്പ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കണമ്പിന് മേടിച്ച്. പിന്നെ ശനിയാഴ്ച നമ്മൾ സാധാരണ ഞായറാഴ്ചയാണ് ബീഫ് വാങ്ങണത്, പക്ഷേ ഞങ്ങളിവിടെ ശനിയാഴ്ച മേടിച്ച്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇച്ചിരിക്കോളം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞായറാഴ്ച പുട്ടും ബീഫൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇച്ചിരിക്കോളം എടുത്ത് മാറ്റിയതെടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് കേട്ടോ പള്ളിയിലൊക്കെ പോയത്. അപ്പോൾ ഐസ് പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ പാടെ തന്നെ അത് വെള്ളത്തിലിട്ടില്ല കേട്ടോ, അത് അങ്ങനെ തന്നെ പാത്രത്തിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ ഐസ് പോയി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഇത്ര സമയമൊക്കെ എടുക്കുമല്ലോ അവിടെയൊക്കെ പോകാനുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് വന്നിട്ട് കറി വെച്ചാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതേപോലെ വെള്ളം ഒഴിക്കാതെ വെച്ചത് കേട്ടോ. അപ്പോൾ ആ ബീഫ് ഇതേ കഴുകി വാരി കുക്കറിനകത്തോട്ട് ആക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്തോട്ട് സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് വെക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കറിയാക്കിയിട്ടുണ്ടെങ്കിലേ നമുക്കുള്ള പുട്ടിനുള്ള കറിയാവും. അങ്ങനെ വേഗം തന്നെ പുട്ടും കൂടി അടപ്പത്തോട്ട് വെക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇഡ്ഡലിച്ചെമ്പിൽ വെക്കാമെന്ന് കരുതി കേട്ടോ. നമ്മുടെ കുഞ്ഞിഡ്ഡലിച്ചെമ്പാണ് എടുത്തേക്കണത്. അപ്പോൾ അതാകുമ്പോഴത്തേക്കും പിന്നെ ഇങ്ങനെ കടയിൽ പുഴുങ്ങാൻ നിൽക്കണ്ടല്ലോ, ഒറ്റയടിക്ക് കാര്യവും കഴിയും. മറ്റേ പൊൻകതറിൻ്റെ പുട്ടുപൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി നേരത്തേക്ക് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് പോലും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ മൂടി വെച്ച് പിന്നെ ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, ഒപ്പം അരിയും കഴുകി ഇടുന്നുണ്ട്. പിന്നെ ഒരടപ്പിൽ പുട്ടുണ്ടാക്കുന്നുണ്ട്, ഒരടപ്പിൽ ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബീഫാണെങ്കിൽ ഞാൻ ഒരല്പം വെള്ളം മാത്രം ഒഴിച്ചുള്ളൂ കേട്ടോ. നോക്കിക്കണ്ടേ, കുക്കർ മൊത്തവും നാശകോശമായി. ഇതിന് വെളുപ്പിച്ചെടുക്കാനാണ് ഏറ്റവും വലിയ പാട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കുക്കറൊക്കെ തേച്ചെടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പക്ഷെ തേച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ അത് വെളുപ്പിച്ചെടുത്തില്ലെങ്കിൽ അതിലും വലിയ പാടാണ്. അങ്ങനെ എന്താ പറയുക, ഞഞ്ഞാവിഞ്ഞ കഴുകലൊന്നും എനിക്കിഷ്ടമല്ല. നന്നായിട്ട് അങ്ങനെ ഉരച്ച് കണ്ട് കഴുകണം. പിന്നെ ഒരു ബ്രഷൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സൈഡിലും ഗ്യാപ്പിലൊക്കെ ഉള്ള അഴുക്കൊക്കെ ഞാൻ ആ ബ്രഷ് കൊണ്ട് അങ്ങോട്ട് ആക്കി കളയും കേട്ടോ. അങ്ങനെ വെന്ത് വന്ന ബീഫ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് പുട്ടിനുള്ള കറികളൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വേഗം തന്നെ അപ്പനും പിന്നെ ആമിക്കുട്ടിക്കും ആലൂനും ഒക്കെ പുട്ടും കറിയൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ട് വേഗം തന്നെ മീൻ വെട്ടാൻ വേണ്ടി നിന്ന്. ഞാൻ പറഞ്ഞില്ല എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ രാവിലെ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അതേ കണമ്പ് നല്ല മുട്ടക്കണമ്പ് പറഞ്ഞിട്ട് നല്ല വലിയ, എനിക്ക് തോന്നുന്നു ഒരു ഇടത്തരം ചെറിയ തിരുതയെന്നൊക്കെ പറയില്ലേ, അതിൻ്റെയൊക്കെ സൈസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 1-2 അത്രയും ഇച്ചിരിക്കോളം വലുതുമായിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിൽ തിരുതയും കരിമീനും പിന്നെ കണമ്പൊക്കെ കിട്ടുമ്പോഴില്ലേ തേങ്ങാപ്പാലിൽ വിനാഗിരി ഒഴിച്ചിട്ടൊരു കറി വെക്കും. അത് നമ്മുടെ ഇവിടെ കൊച്ചിക്കാർ മാത്രമേ അങ്ങനെ ഒരു കറി വെക്കാറുള്ളൂ. വിനാഗിരി അത്ര വയറിന് നല്ലതല്ലെങ്കിലും ഞങ്ങൾക്ക് അങ്ങനത്തെ ഉള്ള മീനൊക്കെ കിട്ടുമ്പോൾ വിനാഗിരി തന്നെ വെച്ചാലാണ് ഇവിടെ അപ്പനൊക്കെ ഇഷ്ടം കേട്ടോ. അല്ലെങ്കിൽ അപ്പൻ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിക്കളയും. പിന്നെ ചാളയൊക്കെ വിനാഗിരിയിൽ തിളപ്പിച്ചെടുക്കും. അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പണി. അപ്പോൾ കണമ്പിനെ വെട്ടിത്തേച്ച് കഴുകി കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇല്ലെന്നാണെങ്കിൽ മുട്ടയെല്ലാം അലിഞ്ഞ് ആ വെള്ളത്തിൽ പോവും. അങ്ങനെ കറിക്ക് വേണ്ടിയിട്ടുള്ള സവോളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളി ചേർക്കില്ല കേട്ടോ മീൻ കറിക്ക്. ഇപ്പോൾ കേരക്കറിയൊക്കെ വെക്കാനാണെങ്കിൽ ചിലപ്പോൾ ഒരു അല്ലി ഇട്ട് നല്ല മുളക് കറി വയ്ക്കും. അല്ലാതെയുള്ള മീൻ കറിക്ക് ഒന്നിനും നമ്മൾ വെളുത്തുള്ളി തൊടാറേ ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അമ്മ മീൻകറി സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. സൂപ്പറായിട്ട് വയ്ക്കും. തേങ്ങാപ്പാലിലാണ് സാധാരണ വയ്ക്കണത്. അപ്പോൾ എനിക്ക് തേങ്ങ കുറച്ച് കുറവായിരുന്നു. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ തേങ്ങ അരച്ചങ്ങോട്ട് ചേർക്കാമെന്ന്. തേങ്ങയും മുളകൊന്നും ഇല്ലാതെ മുളകും മഞ്ഞപ്പൊടിയൊന്നും ഇല്ലാതെ വെറുതെ അങ്ങോട്ട് അരച്ചെടുത്ത് കേട്ടോ.
അപ്പോൾ സവോളയും പച്ചമുളക് ഉള്ളി എടുക്കണമെങ്കിൽ എടുക്കാൻ കേട്ടോ. ഞാൻ സവോള എടുത്തേക്കുന്നത്. സവോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പില കൂടെ എണ്ണയിൽ വഴറ്റിയിട്ട് അതിനകത്തോട്ട് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് കേട്ടോ ചേർത്തേക്കണത്. ഞാൻ ഇത്തിരി കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നന്നായിട്ട് മൊരിയിച്ചിട്ട് ഈ തേങ്ങ അരപ്പില്ലേ, അത് നന്നായിട്ട് അരച്ചരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ തേങ്ങ ഇച്ചിരി കൂടെ ഒന്ന് അരയാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല തേങ്ങ കുറവായിരുന്നു. അപ്പോൾ ഈ വലിയക്കാട്ട് ആന പോലത്തെ ചാറിൻ്റെ അകത്ത് ഇച്ചിരി കുളം തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിലുള്ള കാര്യം അറിയാമല്ലോ. എന്നിട്ട് അതൊന്നിട്ട് പച്ചമണം മാറുമ്പോഴത്തേക്കും ചാറിന് ആവശ്യമായി വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ വിനാഗിരിയും ഉപ്പും ഇട്ടിട്ട് അടച്ചു വെച്ചേക്കാം. ഞാൻ ഒരു കണ്ടമാനം വിനാഗിരി ഒന്നും ഒഴിക്കൂല കേട്ടോ, കുറച്ച് മാത്രം പുളിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം. എന്നിട്ട് ഉപ്പൊക്കെ കൈക്കണക്കാണ്. തിള വരുമ്പോഴത്തേക്ക് നമ്മുടെ കണമ്പ് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചാറൊക്കെ തിളച്ച് കുറുകി വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി കേട്ടോ. അങ്ങനെ വേഗം തന്നെ അപ്പനും ആമിക്കും ആലുവിന് ഞാൻ ചോറ് കൊടുത്തില്ല കേട്ടോ. ഞാൻ അവളോട് കുറേ നേരമായി കുളിച്ചിട്ട് വാ എന്ന് പറയണത്. കുളിക്കാണ്ട് അങ്ങനെ ടിവിയുടെ മുമ്പിൽ മടി പിടിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു നീ കുളിച്ച് വന്നാൽ മാത്രം നിനക്ക് ചോറ് തരുള്ളൂ എന്ന്. അങ്ങനെ വേഗം ടിവിയുടെ മുമ്പിൽ ഇരുന്നവളെ ഞാൻ വേഗം വഴക്ക് പറഞ്ഞ് ഓടിച്ച് കേട്ടാ. കാരണം കുറേ പ്രാവശ്യം ഞാൻ പറയണതെന്നേ, ഞാൻ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ തുടങ്ങി പറഞ്ഞേ, പള്ളിയിലാ പോയില്ല ഇന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി കുളിക്കുമെന്ന് കുറേ നേരം പറഞ്ഞിട്ട് കേട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ആൾ വഴക്കിട്ട് അരിശോം കയറി അങ്ങോട്ട് പോയതാണ് കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പനും ചോറ് കൊടുത്ത് ആമിക്കുട്ടിക്ക് ഞാൻ വാരിയാണ് കേട്ടോ കൊടുക്കണത്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഞാൻ മര്യാദക്ക് പറയും. പിന്നെ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരും. ചിലപ്പോൾ ഒരു കിഴക്കൊക്കെ കൊടുക്കും കേട്ടോ ഞാൻ. അപ്പോൾ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് ദേഷ്യം കയറി അങ്ങോട്ട് വാതിലൊക്കെ അടച്ച് അങ്ങോട്ട് കുളിക്കാൻ വേണ്ടി പോയതാണ് കണ്ടത്. അപ്പോൾ ഞാനപ്പോഴും ആമിക്കുട്ടിക്ക് കൊടുത്തിട്ട് എന്നാൽ ചോറ് കഴിക്കാൻ നിർത്തിയപ്പോൾ ഞാൻ പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ വിശക്കാൻ തുടങ്ങി. ഉച്ച എനിക്ക് തോന്നുന്നു ഒരു 2 മണിയൊക്കെ ആയി, 2 മണി കഴിഞ്ഞെന്നാണ് തോന്നുന്നത് ചോറ് കഴിച്ചപ്പോഴത്തേക്കും. അപ്പോൾ ഭയങ്കരമായിട്ടും കാറ്റ് കയറാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ആമിക്കുട്ടിക്ക് ചോറ് വാരി കൊടുത്തിട്ട് ഞാനും വേഗം കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും ആൾ കുളിച്ച് വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പിന്നെ ചോറ് കഴിച്ചത്. ചേട്ടൻ രാത്രിയൊക്കെ ആവുകയെ ഓട്ടം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ നല്ല രീതിക്ക് ഇങ്ങനെ ഉച്ച വരെ ലോങ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ എന്തോ എപ്പോഴോ ഞാൻ ഈ കാര്യം കൂടെ വിട്ടുപോയി കേട്ടോ. പിന്നീടുള്ളതൊന്നുമില്ല. അപ്പം നമ്മുടെ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്ര